എന്റെ മോൾക്ക് വയ്യാതാവുമ്പോൾ ഞാനും എന്റെ ഹസ്ബൻഡും ഏറ്റവും കൂടുതൽ അടിയോടുന്നത് ഏത് കാരണത്തെ ചൊല്ലിയാണ്? ഭക്ഷണത്തെ ചൊല്ലി. എന്റെ ഹസ്ബൻഡിന്റെ അഭിപ്രായത്തിൽ വയ്യാതാവുമ്പോൾ കുട്ടികൾക്ക് കുത്തിക്കയറ്റി നന്നായി ഭക്ഷണം കൊടുക്കണം, എന്നാലേ അവർക്ക് എനർജി ഉണ്ടാവും. ഒരു കുട്ടിക്ക് വയ്യാതാവുമ്പോൾ നാച്ചുറലി അവരുടെ ആപ്പറ്റൈറ്റ്, അവരുടെ മൂഡ് എല്ലാം കുറേശ്ശെ മാറും. നമുക്കും അങ്ങനെയല്ലേ? പനി വരുമ്പോൾ നമുക്ക് കഴിക്കാൻ അധികം തോന്നാറില്ലല്ലോ. അതുപോലെ തന്നെ അവരും ടയേർഡും ക്രാങ്കിയും ഒക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ പേരൻസ് അറിഞ്ഞിരിക്കേണ്ടത് കുട്ടികൾക്ക് വയ്യാതായി എന്ന് വിചാരിച്ച് പെട്ടെന്ന് അങ്ങ് അവരെ ന്യൂട്രീഷനോ ഇൻടേക്കോ കൂട്ടേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് എനർജി വേണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ആ 2 ദിവസത്തെ കഴിപ്പിന് ഡിപ്പെൻഡ് ചെയ്തല്ല അവരുടെ എനർജി. അവർ അതിനു മുമ്പ് കഴിച്ചിട്ടുള്ള, ശേഖരിച്ചിട്ടുള്ള അവരുടെ ബോഡിയിൽ തന്നെയുള്ള എനർജി മതി അവർക്ക് ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ. അപ്പോൾ വയ്യാതാവുമ്പോൾ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് അവർ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളമോ ജ്യൂസോ ഇളനീര് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ അതും, ബ്രസ്റ്റ് ഫീഡിങ് കുട്ടിയാണെങ്കിൽ ഈവൻ മോർ ഈസിയർ. ബ്രസ്റ്റ് ഫീഡിങ് തന്നെ കൂട്ടിയാൽ മതി. അസുഖം തുടങ്ങിയ ഇനീഷ്യൽ 1-2 ദിവസം അവർ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. പിന്നെയും അസുഖം ബെറ്റർ ആവാതെ ഇത് നീണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ കോസും കൺസേണും എല്ലാം ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനനുസരിച്ച് വേണ്ടത് ചെയ്യാം. അല്ലാത്ത പക്ഷം ഭക്ഷണം കൊടുക്കുമ്പോൾ ലൈറ്റ് ഫുഡ്, കംഫർട്ടിങ് ഫുഡ് കൊടുക്കാൻ നോക്കുക. കഞ്ഞി, ജസ്റ്റ് ചോറും തൈരും, ലൈക്ക് തൈര് സാധം, അങ്ങനെ ലൈറ്റ് ആയിട്ട് ബ്രെഡ്, പാല്, അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കൊടുക്കാൻ നോക്കുക. ഓയിലി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, ജങ്ക് നാച്ചുറലി അവോയ്ഡ് ചെയ്യുക. കുറെ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറേശ്ശെ പല ഇന്റർവെൽസിലായി കൊടുക്കാൻ നോക്കുക. കൊടുക്കുന്ന ഭക്ഷണം കുറച്ചുകൂടെ റിച്ച് ആക്കി കൊടുക്കാൻ നോക്കുക. ഗീ, വെളിച്ചെണ്ണ, തൈര് ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. കഴിയുന്നത്ര റെസ്റ്റ് കൊടുക്കാൻ നോക്കുക. അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈഡ്രേഷനും റെസ്റ്റുമാണ്.